എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും അതിരാവിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പതിവ് പോലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് എനിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്ത് തീർത്തതിന് ശേഷം പിന്നെ കുളിച്ചുടുപ്പൊക്കെ മാറി വന്നിട്ടാണ് വീഡിയോ എടുക്കാൻ നിന്നത്. അപ്പോൾ പത്രം വന്ന് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് അകത്തേക്ക് ആദ്യം വെച്ചതായിരുന്നു. പിന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കി രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര പൊടിയാണ്. ഇനിയിപ്പോൾ ഈ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലൊക്കെ ഭയങ്കര പൊടിയായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ തുടച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ തെന്നുന്ന പോലെയാണ്, പൊടി അത്രയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ അത് തുടച്ചിട്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒന്നുകൂടി നമ്മൾക്ക് സിറ്റ് ഔട്ടൊന്ന് തുടച്ചിടണം. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പൊടി കിടക്കുന്നതായിട്ട് പുറത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. പുറത്ത് വഴിയിലൂടെ പോകുന്ന ആളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഗ്രാനൈറ്റിൽ ഇങ്ങനെ പുക പിടിച്ച പോലെ ഇങ്ങനെ കിടക്കണ കാണാൻ പറ്റും, അത്രയും പൊടി. അപ്പോൾ അത് 2 തവണ ഇപ്പോൾ തുടങ്ങാതെ നിവർത്തിയില്ല, അത്രയും പൊടിയാണ്. അപ്പോൾ അങ്ങനെ കാലത്ത് തന്നെ തുടക്കൽ കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് എന്ത് തന്നെ ആയാലും എനിക്ക് ആ പനീർ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ പനീറിൻ്റെ ഒരു കാത്തി റോൾ ഉണ്ടാക്കണമെന്നുള്ളൊരു ചിന്തയിലേക്ക് നിൽക്കുക. അപ്പോൾ പനീർ ഒറ്റ ബ്ലോക്കായിട്ടുള്ള പനീറാണ് ഇത്തവണ പപ്പ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നേരത്തെയൊക്കെ നമ്മൾ പീസസ് ആയിട്ടുള്ളത് ക്യൂബ് മേടിക്കുമായിരുന്നു. അപ്പോൾ അത് ഏതായാലും ഒന്ന് കട്ട് ചെയ്തിടണം. അതിന് മുമ്പൊന്ന് നമ്മൾ കഴുകിയിട്ടാണ് കട്ട് ചെയ്യണത്. എന്നിട്ട് പിന്നെ ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കുറേയധികം വെജിറ്റബിൾസ് ചേർത്തിട്ട് ഉണ്ടാക്കാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും കൂടി കട്ട് ചെയ്തിടണം. അപ്പോൾ പനീർ റോളിൻ്റെ അകത്തേക്കുള്ള ആ മാരിനേഷന് വേണ്ടിയിട്ട് നമ്മൾ തൈര്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, പിന്നെ ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. ആദ്യം ഇട്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട്. തൈരിൻ്റെ മീതയിലിട്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ അത് മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, ഗരം മസാല, മുളക് പൊടി, ഗരം മസാല, ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കണത് കേട്ടോ. അപ്പോൾ തൈര്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിനായ ഉപ്പും, എന്നിട്ട് അതിനെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ കുറേ നേരം ഇരിക്കണമെന്നൊന്നുമില്ല, അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പനീർ നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് ഇങ്ങനെ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അങ്ങനെയിട്ട് മുരിക്കുന്ന സമയത്ത് വേറെ പാത്രങ്ങളാണെങ്കിൽ എന്തായാലും പനീർ അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിനകത്തേക്ക് ക്യാപ്സിക്കം, ക്യാബേജ്, സവാള, ക്യാരറ്റ്, ഇത്രയും സാധനം എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പോൾ അത്രയും ഞാൻ എടുത്ത് ഇതെല്ലാം ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ഈ ഒരു പീലർ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ക്യാരറ്റും കുക്കുംബർ എന്ത് സാധനവും ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അരിഞ്ഞ് പിന്നെ ഇനി സവാളയും ക്യാപ്സിക്കും ഒക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മസാല എന്ന് പറയുന്നത് ഇപ്പം ഈ മാരിനേറ്റ് ചെയ്തത് മാത്രമാണ് മസാല. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് വേറെ മസാലകളൊന്നും ചേർക്കണില്ല. അപ്പോൾ ഈ വെജിറ്റബിൾസ് കൂടുതൽ ചേർക്കുമ്പോൾ ഇത്തിരി കൂടുതലായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള ആ പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ലാതെ ആയിപ്പോവും. പിന്നെ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച്, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് കുഴക്കണത്. ഇപ്പോൾ 3 കപ്പ് പൊടി എടുക്കണമെങ്കിൽ 1 കപ്പ് വെള്ളം, ചിലപ്പോൾ നമ്മളുടെ ബ്രാൻഡിന് അനുസരിച്ചിട്ട് ഗോതമ്പൊടിയുടെ ആ ഒരു വ്യത്യാസം വരുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും. എങ്കിലും ഒരു കണക്ക് വെച്ച് കഴിഞ്ഞാൽ 3 കപ്പിന് 1 കപ്പ് വെള്ളം കറക്റ്റായിരിക്കും. അപ്പോൾ അതങ്ങനെ കുഴച്ച് വെച്ച് ഇത്തിരി എണ്ണയൊക്കെ ചേർത്ത് തന്നെ നമ്മൾ കുഴക്കണതേ. അപ്പോൾ നമ്മളുടെ ഫുൽക്ക ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒട്ടും തന്നെ എണ്ണയിടാതെ കുഴച്ച് ഒട്ടും തന്നെ എണ്ണയിടാതെ ാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. അത് ഇവിടെ ഞാൻ ചുട്ടെടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു പുകയാണ്, ഭയങ്കര ഒട്ടും തന്നെ എണ്ണയില്ലാതെ ഇങ്ങനെ ആ പൊടി കിടന്നിട്ട് ഇങ്ങനെ പുകയും. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഫുൾക്ക ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കാറില്ല. പിന്നെ ആ നെറ്റിൻ്റെ ഒരു തവയില്ലേ, അതിനകത്തൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൊമളച്ച് വരും. അങ്ങനത്തെ തവയൊന്നും എനിക്കില്ല. അപ്പോൾ നേരെ എടുത്തിട്ട് നമ്മൾ ഫ്ലെയിമിൻ്റെ മീതയിലേക്ക് ബർണറിൻ്റെ മീതയിലേക്കൊക്കെ വെക്കുമ്പോൾ ബർണറും കേടാകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിപ്പോഴായിട്ട് ഉണ്ടാക്കാറില്ല. നേരത്തെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഫുൽക്ക ഉണ്ടാക്കാത്ത കേട്ടോ. ഫുൽക്കയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരിക്കും, എണ്ണ ഒട്ടും തന്നെ ഇല്ലാതെ നമ്മൾക്കത് കഴിക്കുകയും ചെയ്യാം, ഹെൽത്തിയാണ്. പക്ഷേ ഇവിടെ എണ്ണയൊക്കെ ഇട്ടിട്ടുള്ള ചപ്പാത്തി തന്നെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എണ്ണയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്.
അപ്പം ആദ്യം ഞാൻ പറഞ്ഞല്ലോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ ഞാൻ എടുത്തത്. അതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത് നല്ല രീതിയിൽ ഒന്ന് കളറൊക്കെ ചേഞ്ചായി അതിൻ്റെ പച്ചമണമൊക്കെ മാറി മുരിഞ്ഞ് വരുമ്പോഴത്തേക്കുമാണ് ഈ പച്ചക്കറി അരിഞ്ഞ് വെച്ചത് എല്ലാം ഇട്ടത്. അപ്പോൾ തക്കാളി, സവാള, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഈ 5 സാധനങ്ങളാണ് ഇതിനകത്തേക്ക് ഇട്ടത്. എന്നിട്ട് അതിനെ ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കസൂരി മേത്തി ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇത്തിരി ഞാൻ ഏതായാലും ഇട്ടിട്ടില്ല. പിന്നെ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് നമുക്ക് എത്ര എണ്ണമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡിവൈഡ് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം ഇത് നമ്മുടെ പൊറോട്ട ഉണ്ടാക്കണ പോലെ ഒന്ന് ചുരുട്ടിയൊക്കെ ഒന്ന് പരത്തിയൊക്കെ എടുക്കണമെങ്കിൽ പൊറോട്ട പോലെ അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഏതായാലും ഞാനതിൽ നിന്നില്ല, കാരണം നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ടേ രാവിലെ ഒരുപാട് നേരം പോകും. അപ്പോൾ അതുകൊണ്ട് വെറുതെ നല്ല വലിയ ചപ്പാത്തി ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഞാൻ പേപ്പറിൽ ഒന്നും പൊതിയാൻ നിന്നില്ല. നമ്മളുടെ ബട്ടർ പേപ്പറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനതിനൊന്നും പൊതിയാൻ നിന്നില്ല, കാരണം നമ്മൾക്ക് ഇന്നൊരു മരിപ്പുണ്ട്, അതിനൊക്കെ പോകാനുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്തിരി പണിയൊന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് പേപ്പറിൽ പൊതിയാനൊന്നും നിന്നില്ല. അപ്പോൾ ഞാൻ റേഡിയോ കേട്ടണം നിൽക്കണം. ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി റേഡിയോ കേൾക്കുവാന്ന്. അപ്പോൾ റേഡിയോ കേൾക്കാറുണ്ട് കേട്ടോ. അത് ഓൺ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ചെയ്യണത്. ഇപ്പോൾ റേഡിയോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റയൻ കൊണ്ടുവന്നിട്ട് എനിക്ക് അലക്സനെ വെച്ച് തരും. അപ്പോൾ അലക്സ എന്നോട് ഇഷ്ടമുള്ള പാട്ടൊക്കെ പറഞ്ഞ് ഞാൻ പാടിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. വെറുതെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബോറടി തോന്നും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് അങ്ങനെ പാട്ടും കേട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ റൂബി ഇവിടെ കിടക്കുന്നുണ്ട്. റൂബിയുടെ ശബ്ദം ഇടയ്ക്ക് ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എപ്പോഴും റൂബി അരികിൽ വന്ന് ഇങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ അതിൻ്റെ ശബ്ദമൊക്കെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം രാത്രി മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടിഫിൻ ബോക്സിൽ മുട്ട 2 ഇട്ടിട്ട് എല്ലാം ഇട്ട് ഇങ്ങനെ വെച്ചതായിരുന്നു. അങ്ങനെ ബീറ്റ് ചെയ്യുക, വറുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി. പക്ഷേ രാത്രി ആർക്കും വേണ്ടായിരുന്നു, മുട്ട പൊരിച്ചതൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ അത് വേഗം എടുത്തകത്തേക്ക് വെച്ച് എന്നിട്ട് ഇന്ന് രാവിലെ എടുത്തിട്ട് ഇതിൻ്റെ നമുക്ക് കാത്തിറോളിനകത്ത് വേണമെങ്കിൽ ഇതുപോലെ മുട്ട ഇടുക. പക്ഷേ വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള സവാളയൊന്നും ഇടാത്ത മുട്ടയുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാനിങ്ങനെ ഇതിനു വേണ്ടി ബീറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അതങ്ങനെ തന്നെ ഇട്ടതാണ്. അപ്പോൾ ആദ്യം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ടത് വേവിച്ചിട്ട് പിന്നെ നമ്മളുടെ ഫില്ലിങ്ങുകൾ വെച്ച് കൊടുത്ത് പിന്നെ പച്ച സവാളയും അതിൻ്റെ മീതയിൽ ഇട്ട് ഇത്തിരി ടൊമാറ്റോ കെച്ചപ്പ് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ചില്ലി സോസുകൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇത്തിരി ഞാൻ എരിവായിട്ടാണ് ഇട്ടേക്കുന്നത്, കാരണം എരിവുള്ള മുളക് പൊടിയൊക്കെ ഞാൻ ഇട്ടേക്കണത് കൊണ്ട് തന്നെ പിന്നെ ചില്ലി സോസൊന്നും ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇടാൻ പോയില്ല, എരിവ് കൂടിപ്പോവും. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചാട്ട് മസാലയും ചേർത്ത് കൊടുക്കുക. ചാട്ട് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ചാട്ട് മസാലയും ഈ ഒരു മാരിനേറ്റ് ചെയ്യുന്ന ആ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മീതയിൽ സ്പ്രെഡ് ചെയ്താലും മതി, കുഴപ്പമില്ല. അപ്പോഴും നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ട് ഇതിനകത്ത് വ്യത്യാസം വരുത്തിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ആദ്യത്തെ 2 കാത്തിറോള് മുട്ട ഇടാത്തത് തന്നെയും പപ്പക്ക് ആദ്യം തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി മുട്ട ഇട്ടത് 3 മുട്ട ഇടാത്തത് 3 അങ്ങനെ മൊത്തത്തിൽ 5 കാത്തിറോള് മുട്ടയിടാത്തത്, 3 കാത്തിറോള് മുട്ട വെച്ചതും. കാരണം ഈ 2 മുട്ടയെന്ന് പറയുമ്പോൾ 3 തികഞ്ഞുള്ളൂ. അപ്പോൾ മുട്ട വെച്ചത് ഇഷ്ടമുള്ളത് റോജറിനാണ്. അപ്പോൾ റോജർ കഴിക്കട്ടെ എന്ന് വെച്ച്. പക്ഷേ അവൻ 1 കഴിച്ചുള്ളൂ. പിന്നെ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ കാത്തിറോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പപ്പ 2 കഴിച്ച്. റയനോട് പറഞ്ഞിട്ട് റയന് വേണ്ടാന്ന് പറഞ്ഞിട്ട്, റയൻ അല്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് അതോടെ ഇരുന്ന് വെച്ച്. പിന്നെ ഞാൻ ഇന്ന് ഉച്ചക്കും കാത്തിറോൾ തന്നെയാണ് കഴിച്ചത്. രാവിലെ 1 കഴിച്ച്, ഉച്ചക്ക് 2 കഴിച്ച്. അതായത് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തീരണമല്ല. പിന്നെ റോജർ ബാക്കിയുള്ളത് രാത്രിയൊക്കെ റോജറും കഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഒരു വിധത്തിൽ അത് തീർന്നത്. കാരണം ഇവിടെ ആരും അങ്ങനെ അധികം കഴിക്കില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ട് കഴിച്ചൊരു സ്നാക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ 6 മണിക്കത്തെ വീഡിയോയിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ നടയിലെ ലൈറ്റിൻ്റെ ഉള്ളിലുള്ള സ്ട്രിപ്പില്ലേ, LED സ്ട്രിപ്പ് ചുറ്റും അടിച്ചിട്ടില്ലേ ഉള്ളിൽ, അതിന് ചെറിയ ഒരു അതായത് ഇപ്പോൾ എന്താണ് നമ്മുടെ വോൾട്ടേജൊക്കെ ഇല്ലെങ്കിൽ ഒന്ന് മിന്നി കത്തൂലേ, ഒന്ന് മങ്ങി കത്തൂലേ, അതുപോലെ മങ്ങി കത്തണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ അതിനെ ഒന്ന് അഴിച്ചെടുത്തിട്ട് നോക്കിയപ്പോൾ അത് നമ്മുടെ അടുത്തുള്ള ഒരു ഇലക്ട്രിക് ഷോപ്പിൽ ചെന്ന് അത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും എന്തോ കേടുണ്ടെന്നും പറഞ്ഞിട്ട് അവർ പുതിയത് അവിടെ നിന്ന് കൊടുത്ത് അത് കൊണ്ടുവന്ന് ഇടുന്നതിനെ കാണുന്നത്. പക്ഷേ എന്നിട്ടും വർക്ക് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രിപ്പ് വേറെ മേടിച്ചിട്ട് വന്നു. സ്ട്രിപ്പിന് കേടില്ലെന്നാണ് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ സ്ട്രിപ്പ് വേറെ മേടിച്ചിട്ട് വന്ന് അത് റയനെയും വിളിച്ചിട്ട് പപ്പ ഇട്ടതാണ് കേട്ടോ.
പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അതിന് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തോ ഒരു എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്നുള്ളത് മനസ്സിലാകാതെ നിൽക്കുന്നുണ്ട്. പപ്പ അതേ കിടന്ന് ഒരുപാട് പണിയായി എടുക്കണത്. പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കാൻ പറഞ്ഞാൽ പപ്പ ചെയ്യൂല, എല്ലാം പപ്പക്ക് തന്നെ ചെയ്യണം. അങ്ങനെ അതേൽ കിടന്നിട്ട് കുറേ പണിയായി എടുക്കണത്. അപ്പം ഞാൻ വിചാരിച്ചേ ഏതായാലും ഇത്തിരി പേസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മുടെ ടാപ്പുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ പേസ്റ്റ് കൊണ്ടിട്ട് ടാപ്പ് ക്ലീൻ ചെയ്യണത് കാണിക്കാറുണ്ട്. സ്റ്റീലിൻ്റെ ടാപ്പ് ഒരുവിധം മങ്ങിയിരിക്കുന്ന ടാപ്പുകളെല്ലാം നല്ലതായിട്ട് തന്നെ തിളങ്ങി വരും. പക്ഷേ ഇങ്ങനെ പൊളിഞ്ഞൊക്കെ പോയേക്കുന്ന കഷ്ണങ്ങളൊക്കെ പോയേക്കുന്ന ടാപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മങ്ങി ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തന്നെ തിളങ്ങി വരും കേട്ടോ. അപ്പം ഞാനിത് ഇടുന്ന സമയത്ത് ഇതിൽ നല്ലതുപോലെ അഴുക്കും ഒരു പുക പോലെയും പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കണ്ണട വെച്ചിട്ട് നോക്കുമ്പോഴാണ് എനിക്കൊരുവിധം കാര്യങ്ങൾ ക്ലിയറായിട്ട് കാണാൻ പറ്റുക. കണ്ണടയാണെങ്കിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുമില്ല. എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് കണ്ണട ഊരി വെക്കും. അപ്പോൾ കണ്ണട വെച്ചിട്ട് ഞാൻ കൈ കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എന്തോ ഇതിന് വന്നതാണ്. അപ്പോഴാണ് ഇതുമേലെ അഴുക്ക് കണ്ടത്. അങ്ങനെയാണ് കൈയോടെ ഞാനിത് കഴുകണത്. അപ്പോൾ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കുള്ള തിളക്കം കണ്ട് ഞെട്ടിപ്പോയി. അത്രയും തിളക്കമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വയർ ബ്രഷുകൾ ചെറുത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ട് നമുക്കിത് ഉരച്ച് കഴുകാം. നമ്മൾ സാധാരണ ബ്രിസിൽസ് പ്ലാസ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതിനൊക്കെ വെറുതെ തഴുകി പോവുകയുള്ളൂ. അതിനകത്ത് അഴുക്കൊന്നും പോകാതെ ചുമ്മാ ഇങ്ങനെ ഒഴിഞ്ഞു പോണ പോലെ ഇരിക്കുള്ളൂ. അപ്പോൾ ഈ വയർ ബ്രഷ് തന്നെയാണ് എപ്പോഴും നല്ലത്. 3 എണ്ണത്തിൻ്റെ വയർ ബ്രഷ് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ 2-3 വയർ ബ്രഷും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷുമായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ അത് ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്റ്റൗവിൻ്റെ ബേർണറിൻ്റെ ക്ലീനിങ് ഇതെല്ലാം ഇതുപോലത്തെ ബ്രഷ് വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് ചെയ്യാനുള്ളൊരു തോന്നലുണ്ടാകും. അങ്ങനെ 2 സിങ്കിൽ, അതായത് നമ്മുടെ കിച്ചണിലെയും വർക്ക് ഏരിയയിലെയും സിങ്കിൽ 2 ടാപ്പ് വെച്ചില്ലേ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ്. അപ്പം നമ്മുടെ ടാപ്പ് ആദ്യം ഇരുന്ന് വെച്ചത് ഭയങ്കരമായിട്ട് അഴുക്ക് ഒരു പുക പിടിച്ച് വഴുക്ക് പിടിച്ചു ഇതുപോലെ ഇരുന്ന് വെച്ചത് കേട്ടോ. കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെള്ളി പോലെ തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ടൈൽസിൻ്റെ ഭാഗങ്ങളും ഗ്രാനൈറ്റിൻ്റെ ടോപ്പ് ഭാഗങ്ങളെല്ലാം ഒന്ന് കഴുകി. പിന്നെ ഇത് വാഷ് ബേസിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് ബ്രഷ് ഇട്ടിട്ടാണ് എല്ലാ ദിവസവും കഴുകണത്. അപ്പോൾ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള അന്ന് ഉരഞ്ഞു പോകാത്ത രീതിയിലുള്ള ഒരു സാധനം വെച്ചിട്ടും കൂടിയിട്ട് ഇന്നിപ്പോൾ ഞാൻ കഴുകി. കൂടുതൽ നമ്മൾ ഇത് സ്റ്റീൽ വൂളൊക്കെ വെച്ചിട്ട് ഉരച്ച് കഴിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സെറാമിക് പോലത്തെ സംഭവങ്ങളിൽ മുഴുവൻ ഉരച്ചിൽ വീഴും. പിന്നെ അതിൽ അഴുക്ക് കയറിയിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ഉരച്ച് കഴുകാതെ അന്ന് ഇത്രയും കൂടി ഹാർഡായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇടയ്ക്കെങ്കിലും ഒന്ന് കഴുകിയാലേ ഈ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ബ്രഷ് വെച്ച് കഴുകിയിട്ടും പോകാത്ത അഴുക്കുകൾ പോകുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയും കൂടിയിട്ടൊന്ന് കഴുകി എല്ലാം വൃത്തിയാക്കി. അത് കഴിഞ്ഞാണ് പിന്നെ അപ്പുറത്തെ ടാപ്പിലേക്കൊക്കെ പോയിട്ട് കഴുകിയത് കേട്ടോ. അപ്പം നമ്മളുടെ ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ റൂഫൊക്കെ ചെയ്യണതൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുമെല്ലാം ഇടയ്ക്കൊന്ന് പോയിട്ട് നോക്കും എന്തോരം പണിയൊക്കെ ആയി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും പണി തീർന്നിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ എന്തോ വരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഉദ്ഘാടനമൊന്നും നടത്താൻ പറ്റൂല, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ നേരത്തെ നടത്തിയിട്ട് ഇപ്പോൾ വേഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാടൊക്കെ വെട്ടിത്തെളിച്ച് നിറയെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ്. ഇനി നമ്മൾക്ക് അവിടെ പോയി ഇരിക്കാനുള്ള ബെഞ്ചും ഒക്കെ സെറ്റായി കിടക്കുന്നുണ്ട്. ഇരിക്കുകയും ബാറ്റ് എടുത്ത് കളിക്കാനൊക്കെ അവിടെ നല്ല സൗകര്യം ഇപ്പം. അപ്പോൾ അങ്ങനെ നല്ല രസമാണ്. ഇത് രാത്രി ആകുമ്പോഴത്തേക്കും ചുറ്റും 2 ലൈറ്റ്, അതായത് ചുറ്റും നമ്മളുടെ മതിലിൻ്റെ മുകളിൽ ലൈറ്റ് ഉണ്ട്. പിന്നെ ഗ്രൗണ്ടിൻ്റെ അകത്തും വളരെ പൊക്കം കുറഞ്ഞിട്ടുള്ള ഒരു ഇതിലുള്ള ലൈറ്റും ഉണ്ട്. അങ്ങനെ ചുറ്റും 2 ടൈപ്പ് ലൈറ്റുകളാണ് ഇട്ടേക്കുന്നത്. നല്ല രസമാണ് രാത്രിയാകുമ്പോൾ. അപ്പോൾ നമ്മൾ ചായ ഇട്ടത് ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഇട്ട ചായയാണ് കേട്ടോ. അപ്പോൾ അതേ മഴയും നന്നായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഷാജിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മീൻ കൊണ്ടുവന്ന് തന്ന്. അപ്പം നമുക്ക് മരിപ്പുണ്ടാകുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അവിടേക്കൊന്ന് പോയിട്ട് വന്നതാണ് കേട്ടോ. എന്നിട്ടാണ് പിന്നെ അതേ മീൻ വെട്ടാനും കറി വെക്കാനൊക്കെ തന്നത്. അപ്പോൾ ഷാജി കുറേ അധികം നാളായിട്ട് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മീൻ കൊണ്ടുവന്നപ്പോൾ വേണ്ടെന്ന് പറയാനും പറ്റില്ല, കാരണം ഇത്രയും ദിവസമായിട്ട് നമുക്ക് മീൻ കിട്ടാതിരിക്കണമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞേന്. അങ്ങനെ മീനെല്ലാം വെട്ടി കഴുകിയിട്ടൊക്കെ എടുത്ത് വെച്ച് കുറച്ച് മീൻ ഇപ്പോൾ എടുക്കാം, പിന്നെ കുറച്ച് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ, ചെമ്മീനും എല്ലാം കൂടി. അപ്പോൾ ചെമ്മീനും പിന്നെ കുറച്ച് മീനൊക്കെ എടുത്ത് ഫ്രീസറിലോട്ട് മാറ്റി. പിന്നെ ഇന്നത്തേക്ക് മാത്രമുള്ള മീൻ കറിയും
മീൻ വറുത്തതും ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഇത് നമ്മുടെ കുരുമുളക് പൊടി നോക്കിയപ്പോഴത്തേക്കും ഒട്ടും തന്നെ ഇല്ല. അങ്ങനെ ഞാൻ ഇത്തിരി ഒന്ന് കുത്തി ആ കല്ലിലിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇത്തിരി കുരുമുളക് പൊടി, പിന്നെ പോരാത്തത് ഇത്തിരി ഉണ്ടായിരുന്നതും കൂടി ഇട്ട് ഇനിയിപ്പം മിക്സിയുടെ ജാറിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഇത്തിരി തിരക്കായതുകൊണ്ട് അത് പിന്നെ പൊടിച്ചെടുക്കുക. അത്യാവശ്യം ഒന്ന് കുത്തിച്ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച്. പിന്നെ ഇനി മീൻകറി എന്താണാവോ റയന് ഇന്നും മീൻകറി ഇഷ്ടപ്പെട്ടില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എനിക്കും ഇഷ്ടപ്പെട്ടില്ല മീൻകറി. സാധാരണ മീൻകറി എപ്പോൾ വെച്ചാലും നല്ലതാണ്, എങ്ങനെ വെച്ചാലും നല്ലതായിരിക്കും. പക്ഷേ എന്തോ ഇന്ന് എനിക്കും മീൻകറി ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്ന് മനസ്സിലായില്ല. മീനൊക്കെ നല്ലതാണ് എങ്കിലും മീൻകറി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിന് തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത്. അപ്പോൾ ഇത്തിരി എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാരണം റയൻ എപ്പോഴും എരിവ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് എരിവ് പറ്റുകയുമില്ല. അങ്ങനെ ഇത്തിരി എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയുള്ളിയൊക്കെ മുഴുവനോട് കൂടി തന്നെ ഇട്ടേക്കണേണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തേക്കാണ് ഈ അരപ്പിടുന്നത്. പുളിയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ അരച്ച കൂട്ട് വിട്ടിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് മീനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞ് പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളത്തേക്കും കൂടി ആകും. കാരണം പിറ്റേ ദിവസം ബോഡി എടുക്കുന്ന ദിവസമാണ് മരിപ്പ്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഞാനത് മറ്റേ ഒരു വീഡിയോയിൽ ആംബുലൻസ് വന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിലൊരു മരണം നടന്ന ദിവസമായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ 2-3 ദിവസം കിടന്നതിന് ശേഷമാണ് മരിച്ചത്. അപ്പം നമ്മൾക്ക് അവിടെ പ്രാർത്ഥന അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഏതായാലും ഈ ഒരു പണികളെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ മീൻ വറുത്തതും കൂടിയിട്ട് ഒപ്പം ഞാൻ അങ്ങോട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ച് റെസിപ്പി എന്നും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. കാരണം നമുക്ക് നേരമുണ്ടായിരുന്നില്ല അത് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ രാവിലെ ഇട്ട ഉടുപ്പാണെന്നുണ്ടെങ്കിലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് 2 ഡ്രസ്സായിട്ട് നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനത് കാണിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു കാത്തിറോണിൻ്റെ റെസിപ്പി മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത് മീൻ വറുത്തതും മീൻ കറി ആയിരുന്നു. വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാണിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞില്ല, ആ ഡ്രസ്സൊക്കെ മാറ്റിയതുകൊണ്ട് പിന്നെ തിരക്കായിപ്പോയി. നമ്മൾക്ക് മരിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടതും അങ്ങനെയൊക്കെ തിരക്കായതുകൊണ്ട് തന്നെ അത് വിട്ടുകളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇല്ലാതെ ലഞ്ച് മാത്രമായിട്ടും ചിലപ്പോൾ ഞാൻ കാണിക്കാം. അത് പുട്ടുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ കമൻസ് വരാറുണ്ട്, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാഞ്ഞത് അല്ലെന്നുണ്ടെങ്കിൽ ലഞ്ച് കാണിക്കാഞ്ഞത് എന്താണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ നമ്മളെന്താണ് മെയിനായിട്ടൊന്ന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം അങ്ങോട്ട് കാണിക്കണേണ് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ സ്നാക്സ് മാത്രമായിട്ടുള്ളത് ചിലപ്പോൾ കാണിക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ഈ മുന്തിരി വൈൻ ഇളക്കേണ്ട ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ തിരക്കൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ വീണ്ടും ഇത് മരിപ്പിന് പോകാൻ വേണ്ടി അടുത്ത ഡ്രസ്സ് എടുത്തിട്ടേക്കണേണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അതൊന്ന് ഇളക്കി വെച്ചിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അങ്ങനെ വിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു ദിവസങ്ങൾ. ഒരാഴ്ചയായപ്പോഴത്തേക്കൊന്ന് ഇളക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇളക്കാത്തതുകൊണ്ട് അതിൻ്റെ മീതിൽ ഇങ്ങനെ കട്ട പോലെ ഇങ്ങനെ വന്നാണ്ട. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച ആകുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിടണം. ചിലവർ ഇത് അപ്പോൾ ഉടച്ചിടും കേട്ടോ. ഞാനങ്ങനെ ഉടക്കാറില്ല മുന്തിരി. കാരണം നമുക്ക് ഊറ്റിയെടുക്കുമ്പോഴത്തേക്കും പിന്നെ അത് ഇങ്ങനെ താഴെ വന്ന് കൂടിക്കൊണ്ടിരിക്കും കുറേ. അപ്പോൾ അത് ഒരു പണിയാണ്. അതുകൊണ്ട് ഞാനങ്ങനെ ഉടക്കാറില്ല. ഉടച്ചില്ലെങ്കിലും മുന്തിരിയിലെ എല്ലാ കളറും ടേസ്റ്റും ഒക്കെ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയ പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചിട്ടിട്ട് മൂടി കെട്ടിവെച്ച് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. സമയമില്ലെങ്കിൽ ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഞാനിതിനകത്ത് ഈസ്റ്റ് ഇട്ടിട്ടില്ല. ഈസ്റ്റ് ഇട്ടാലാണ് കൂടുതൽ വീര്യമുള്ള വൈൻ കിട്ടണത്. പക്ഷേ ചിലപ്പോൾ അത് പുളിച്ച് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈസ്റ്റ് ഇടുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഈസ്റ്റ് ഇടാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഇതുപോലെ ഇളക്കാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടിയിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീതിൽ പാട കെട്ടി അതിങ്ങനെ കട്ടിയുള്ളൊരു പാടയിട്ട് മാറും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ടാണ് ഞാൻ ഇതിനകത്ത് ഈസ്റ്റ് ഇടാത്തത്. അപ്പം ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.